Hi all, welcome back to another long video from the Nettos, and this is Sunday morning. എണീറ്റ് റൂമിൽ നിന്ന് ഇറങ്ങി നേരെ അങ്ങ് കടൽ ഷൂട്ട് ചെയ്തു. കടൽ ഓഫ് ദ ഡേ എന്ന് തുടങ്ങാമെന്ന് കരുതി. എണീറ്റപ്പോൾ 10:30 മണിയായേ. അതുകൊണ്ട് ഇനിയിപ്പോൾ കാപ്പിയും കൊണ്ട് അവിടെ പോയി നിന്നാൽ മീൻ ഉണക്കാൻ വെച്ചതുപോലെ ആവും. കണ്ണമോൻ രാവിലെ ഇറച്ചിയും മേടിച്ചുകൊണ്ട് വന്നിരുന്നു. അവൻ കൊല്ലത്തു നിന്നും മറ്റോ മേടിച്ചതാണ്. അപ്പം ഞാനത് മേടിച്ച് വെച്ചിട്ടാണ് കയറി കിടന്ന് പിന്നെയും ഉറങ്ങിയത്. ഇറച്ചി ദേ കഴുകി ഊറ്റാനായിട്ട് വെച്ചു. ഇനി പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും എനിക്കുള്ളൊരു കോഫിയും. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുകയാണ് പർപ്പസ്ഫുള്ളി. ഇത്തിരി വണ്ണം കൂടുന്നുണ്ടെന്ന് നിങ്ങളുടെ കമൻറ്റിൽ അവിടെ ഇവിടെയൊക്കെ ഞാൻ കേട്ടു. ഞാൻ പോസ്റ്റ് ചെയ്തത് ഒരു പഴയ വീഡിയോ ആയിരുന്നു. എന്നാലും അത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ വണ്ണം കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ബോട്ടിൽ സ്റ്റെറിലൈസേഷനുള്ള വെള്ളമൊക്കെ ഇതേ ഞാൻ കെറ്റിലേക്ക് വെച്ചു. നിലുവിൻ്റെ അമൃതം ഇരുന്ന ആ ഗ്രീൻ ഗ്ലാസ് കഴുകിയപ്പോഴാണ് ഞാൻ ഓർത്തത് റാക്കിലിരുന്ന പാത്രങ്ങൾ എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. വലിയ സ്റ്റീൽ റാക്കിലെ പാത്രങ്ങൾ മിക്കപ്പോഴും ഞങ്ങൾ നൈറ്റ് ഒരു മൂവിയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഏകദേശം പകുതി ഉണങ്ങിക്കഴിയും. മാക്സിമം എടുത്ത് കബോർഡ്സിലാക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ആക്കി വെക്കും. എന്നാലേ രാവിലെ എല്ലാ കാര്യങ്ങളും സ്പീഡിൽ നടക്കത്തുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് പിള്ളേർക്ക് ഞാൻ ചോക്കോസും കോൺഫ്ലേക്സും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ചോക്കോസ് മാത്രമായിട്ട് ഞാനിപ്പോൾ അങ്ങനെ കൊടുക്കാറില്ല, രണ്ടും കൂടെ ചേർക്കും. ഇന്ന് സൺഡേ മാത്രമല്ല, മിനി ആൻറ്റിയുടെ പിറന്നാളും കൂടെയാണ്. പക്ഷേ പർപ്പസ്ഫുള്ളി ഞങ്ങൾ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മിനി ആൻറ്റി അറിയാണ്ടിരിക്കാനാണ് രാവിലെ ഞാൻ ഓടിത്തുള്ളി വിഷ് ചെയ്യാനൊന്നും പോവാത്തത് കേട്ടോ. ആള് ഇവിടെ പരിപാടിയൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ രാവിലെ കിച്ചണിലോട്ട് കയറുമ്പോൾ വീക്കെൻഡ്സിൽ കുക്കുമോനാണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. തുണി അലക്കാനിടുന്നതും സ്റ്റാൻഡിൽ ഓൾറെഡി ഉണങ്ങിക്കിടക്കുന്ന തുണിയെല്ലാം കൂടെ മടക്കി വെക്കുന്നതും ഒക്കെ അവനാണ്. ഇത് മടക്കുന്നതിൻ്റെ ഇടയിൽ മമ്മ എനിക്ക് പ്രോപ്പറായിട്ട് മടക്കാനൊന്നും അറിയത്തില്ല, ആരെങ്കിലുമൊക്കെ എന്നെ കളിയാക്കും എന്നാണ് പറയുന്നത്. എങ്ങനെ വെച്ചാൽ എന്താ, അവനെ കൊണ്ട് പറ്റുന്നത് അവൻ ചെയ്യുന്നുണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് സാറ് സൈക്കിൾ കഴുകാൻ പോകും. ഞായറാഴ്ചയാകുമ്പോൾ സൈക്കിൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കും. ഞാനും കുക്കു സാറും കൂടെ തന്നെ കുക്കുവിൻ്റെ വീക്ക് ഡേയ്സിലെയും വീക്കെൻഡ്സിലെയും ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഇതുപോലെ കിഡ്സ് റൂമിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിലൊന്നിലും പെടാത്ത ഒരുത്തൻ ഇവിടെയുണ്ട്. ആ ഒരു ടൈം ടേബിളിന് നമ്മളിനി പ്രത്യേകിച്ച് വേറൊന്നും എഴുതാനൊന്നുമില്ല. ഈ കിടക്കുന്ന പോലൊക്കെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ആരെങ്കിലും ഉറക്കുന്നത് വരെ പറ്റുന്നത്ര കുരുത്തക്കേട് കാണിക്കുക. 2 പേർക്കുമായിട്ട് ഓരോ ബൗളിലായിട്ട് ഞാൻ കോൺഫ്ലെക്സും ചോക്കൂസും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നിലു എണീറ്റിട്ടില്ല. അവനും ഞാനും കറക്റ്റ് ഒരുപോലാണ് ഉറക്കത്തിൻ്റെ കാര്യത്തിൽ പോലും. രാത്രി എത്ര നേരം വേണേലും ഞങ്ങൾ ഉണർന്നിരിക്കും. പക്ഷേ പകല് വിളിക്കാൻ ആളില്ലെങ്കിൽ ഉച്ചവരെ കിടന്നുറങ്ങി എണീറ്റ് ഊണ് കഴിക്കാനും ഞാൻ റെഡിയാണ്. പക്ഷെ ഇപ്പം അങ്ങനെ പറ്റത്തില്ലല്ലോ. ഇവിടെയുള്ള മറ്റ് 2 പേര് കുക്കു സാറും ആലനും കുറച്ച് കൃത്യനിഷ്ഠയൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇതുങ്ങൾ 2 പേരും രാവിലെ എണീക്കും. ആലൻ ഇപ്പോൾ 5:30 എണീറ്റ് അതൊരു ശീലമായി. കുക്കു കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കിടന്നിനി ഉറങ്ങാം എന്ന് ചിന്തിച്ച് കിടക്കത്തില്ല. അബദ്ധത്തിലെങ്ങാണ്ട് കണ്ണ് തുറന്നു പോയാൽ അപ്പം അവൻ എണീറ്റ് ഓടി വന്ന് പല്ലും തേച്ച് ടി വിയിൽ എന്തെങ്കിലും കാണും. അല്ലെങ്കിൽ ഇതുപോലെ അവന് ചെയ്തു തീർക്കാനുള്ള പണികളൊക്കെ ചെയ്യും. സൺഡേയിൽ ഈ കാര്യങ്ങളൊക്കെ അവൻ രാവിലെ തന്നെ ചെയ്തു തീർക്കുന്നത് ഇനി ബാക്കി സമയത്ത് അവനെ ഇതൊന്നും ചെയ്യാൻ ഞാൻ വിളിക്കാണ്ടിരിക്കാനാണ്. അവൻ്റെ ടീം മെമ്പേഴ്സൊക്കെ കാറ്റീസൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. അവരൊക്കെ തിരിച്ചു വരുമ്പോഴേക്ക് ആൾക്ക് ഫ്രീ ആവാനാണ് രാവിലത്തെ ഈ ഒരു ഉത്സാഹമൊക്കെ. ഞാൻ നമ്മുടെ കോഫി മേക്കർ വെച്ചിട്ടാണ് കോഫി ഉണ്ടാക്കുന്നത്. കോഫി മേക്കർ എന്നല്ല, ഇതിന് ഫ്രോതർ എന്ന് മറ്റോ പറയുക. പക്ഷെ ഞാനിതിനെ കോഫി മേക്കർ എന്നാണ് വിളിക്കുന്നത്. അത് ചെയ്യുന്ന പരിപാടി അതാണല്ലോ. കുറച്ച് കാപ്പിപ്പൊടി, ഇത്തിരി പഞ്ചസാര, ഒരല്പം ചൂടുവെള്ളം. ഈ കപ്പിൻ്റെ ഏറ്റവും മൂട്ടിലായിട്ട് ഒരു 3-4 തുള്ളി ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ നമുക്കത് ഫ്രോത്ത് ചെയ്തെടുക്കാം. ഞാൻ മേടിച്ചിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് ഇതുവരെ ഇതിൻ്റെ ബാറ്ററി ഞാൻ മാറ്റിയിട്ടില്ല. നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററിയോടെ അല്ല കേട്ടോ വരുന്നത്, നമ്മൾ മേടിച്ചിടണം. സാധനം കയ്യിൽ കിട്ടിയ അന്ന് ഇട്ട ബാറ്ററിയാണ് ഇപ്പോഴും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. അവർക്ക് കാച്ചിയ പാലിന്ന് കുറച്ചെടുത്ത് ഒരു കോഫി അങ്ങ് കുടിക്കുന്നു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് അത്. പിന്നെ ഉച്ചയ്ക്ക് ബീഫും ഞാൻ കുക്കുംബർ ഇട്ട് മോര് കാച്ചാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളരി ഇല്ല, കുക്കുംബറാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഉച്ചയ്ക്കത്തെ മെനു. പിന്നെ പപ്പടവും പോരെ. അപ്പോൾ വിശാലമായിട്ട് നമുക്ക് ലഞ്ച് അങ്ങ് കഴിക്കാം. തൽക്കാലം ഈ കോഫിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സൺഡേ രാവിലെ എണീറ്റ് പുട്ടുകറിച്ചിക്കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാനാണ് ഇപ്പോൾ ഇങ്ങനെയായി. മെയിൻ കാരണം ആലൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇല്ലാത്തത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഉളപ്പാൻ പറ്റും. പിള്ളേരും ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഈ ദോശ, ഇഡ്ഡലി, അപ്പം ഇതൊക്കെ മെയിനായിട്ട് ഞാനും കുക്കും സ്കൂളിൽ പോകുന്ന ഡേയ്സിലും ഞങ്ങൾ ഇതുപോലെ ബ്രെഡോ ചപ്പാത്തിയൊക്കെ എടുക്കാറാണ് പതിവ്. ഇപ്പോൾ ഇതെല്ലാം ഡിന്നർ ഐറ്റംസാണ്. ആലൻ തിരിച്ചെത്തി മേളിലേക്ക് ചെന്നപ്പോഴേക്ക് നിലു ഉണർന്നിരുന്നു. പാല് കുടിച്ചു കഴിഞ്ഞാൽ ആൾ ടോയ്ലറ്റിൽ പോകും. നിലു പോട്ടി ട്രെയിൻഡ് ആണോ എന്ന് ചോദിച്ചിരുന്നില്ലേ? ഞങ്ങൾ യൂസ് ചെയ്യുന്ന അതേ ടോയ്ലറ്റ് തന്നെയാണ് അവൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മീതെ ഈ ഒരു ചെറിയ ടോയ്ലറ്റ് സീറ്റും കൂടെ അങ്ങ് വെക്കും.
ഇത് ഓൺലൈൻ അല്ല, ഇത് പറയാനാണെങ്കിൽ ഇറ്റ് വാസ് ബോട്ട് ഫ്രം ദുബായ്. ഈ വീട്ടിൽ ആദ്യത്തെ ചെറുകൊച്ചു തൊട്ട് നിലു വരെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ ഇറച്ചിയിലെ വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞു. ഞാൻ അതെല്ലാം കൂടെ നമ്മുടെ മീഡിയം സൈസ് കുക്കർ, നമുക്ക് 3 കുക്കർ ഉള്ളതിൽ മീഡിയം സൈസ് കുക്കറിലേക്ക് ഇറച്ചി ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് തീർന്നു, പക്ഷേ വൃത്തിയാക്കിയ ഇഞ്ചിയും വെളുത്തുള്ളി ഇരിപ്പുണ്ട്. അപ്പം നമുക്കതെല്ലാം കൂടെ ഈ കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ലുവുകുട്ടൻ കഴിഞ്ഞ ദിവസം കുറച്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ടെന്നും പറഞ്ഞ് ആലപ്പുഴയ്ക്ക് പോയിരിക്കുവാണ്. അവൻ എങ്ങനെയൊക്കെ പോയാലും ഒരു 6 മണിയാവുമ്പോഴേ എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ബർത്ത്ഡേ പരിപാടി വൈകിട്ടത്തേക്ക് വെച്ചേക്കുന്നത്. പിന്നെ അനി ചേച്ചനും ചിന്നു ചേച്ചിയും റോബിനളിയനും മക്കളും ഒക്കെ അവിടെ കാട്ടൂർ, റോബിൻ ചേട്ടൻ്റെ വീട് അവിടെയാണ് കേട്ടോ, പള്ളി പെരുന്നാളാണ്, അവരവിടെ പോയേക്കുക. അവരെത്താനായിട്ടും 8:30 9 മണിയൊക്കെ ആവും. അപ്പോൾ ദേ ഇറച്ചിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി ഗരം മസാല, ലിവറാണ് ഞാൻ മാറ്റി ആ ചെറിയൊരു കിണ്ണിയിലേക്ക് വെച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ കറി കറുത്തിരിക്കും. ഇതൊരുപാടായല്ലേ പറയുന്നു, പക്ഷേ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചിന്തിക്കത്തില്ല ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ആ ഒരു കറി മൊത്തത്തിലൊരു കാപ്പിപ്പൊടി കളർ പോലെ ആവാണ്ടിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതിലേക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയുമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇറച്ചിയിലേക്ക് ഒരു 3-4 പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി നമുക്കിങ്ങനെ തന്നെ അങ്ങ് ചേർക്കാം. മുമ്പ് ഞാനിത് അരിഞ്ഞൊക്കെ ചേർക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത്. അരിഞ്ഞ് ചേർത്തില്ലെങ്കിലും ഹൈ ഫ്ലെയിമിലൊരു 4 വിസിലും ലോ ഫ്ലെയിമിലൊരു 4 വിസിലും ആകുമ്പോഴേക്ക് ഉള്ളിയൊക്കെ നല്ല വെന്ത് കുഴഞ്ഞു പൊക്കോളും. ഡാഡ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത്. പക്ഷേ ഞാൻ ഒരു സത്യം പറയാമല്ലോ, വൺസ് യു സ്റ്റാർട്ട് ആഡിങ് കേർഡ് ടു കുക്ക് ബീഫ് ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. ആ ടേസ്റ്റ് നമുക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ എപ്പോൾ ബീഫ് വേവിച്ചാലും കേർഡ് ആഡ് ചെയ്യാൻ തോന്നും. ഇപ്പം എൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ ഞാൻ ദേ കുറച്ച് കേടും ചേർത്തിട്ടുണ്ട്. തക്കാളിയുടെ കാര്യം മറന്നുപോയി, അതുകൊണ്ട് ഫ്രിഡ്ജിൽ പോയി 2 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് വന്ന് അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കരളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം കൂടെ ഇതിന് നടുക്കായിട്ട് വെച്ച് ഇത്തിരി പോലും വെള്ളം ചേർക്കാതെ ബീഫ് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് കുക്ക് ചെയ്യാൻ വെള്ളത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാലാണ് ബീഫ് ചവറ് മാതിരി ആവുന്നത്. ഒരുമാതിരി സോയാബീനൊക്കെ പോലെ ടേസ്റ്റ് വരും. ഞാൻ പിന്നെ കൊഴുപ്പുള്ളത് നോക്കിയാണ് മേടിക്കുന്നത്. അവനോടും പറയും ഇത്തിരി കൊഴുപ്പൊക്കെ ഉള്ള ഇറച്ചി വേണമെന്ന്, എന്നാലേ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പൊട്ടേറ്റോ ഇന്നലെ രാത്രി തന്നെ ഞാൻ പീൽ ചെയ്ത് ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിപ്പോൾ അങ്ങനെ എടുത്ത് ഗ്യാസിലേക്ക് വേവിക്കാൻ വെച്ചു. അപ്പോഴേക്ക് ഇതേ സേറമോള് കാറ്റീസം കഴിഞ്ഞ് തിരിച്ചെത്തി. നിലുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഇനി സേറ നോക്കിക്കോളും. അങ്ങനെ ഞാൻ ഫ്രീ ആയി. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇപ്പോൾ കുരിശുമൂട്ടിൽ നിലുവിൻ്റെ പോറ്റമ്മയാണ് സേറ. എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. ദേ കുക്കറിൽ ഒരു വിസിലൊക്കെ വന്ന് തുടങ്ങി. ഇനിയിപ്പോൾ ചടപടേന്ന് അങ്ങോട്ട് വിസിൽ വരും. ഹൈ ഫ്ലെയിമിലൊരു 4 വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുഴ കയ്യിൽ നിന്നങ്ങ് പോയി. അത് കഴിയുമ്പോഴത്തേക്ക് തീ അങ്ങ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 വിസിലും കൂടെ അടുപ്പിച്ചെടുക്കും. സൺഡേ എങ്ങനെയൊക്കെ പോയാലും കൃത്യമായിട്ട് വെക്കുന്ന ചോറ് ഇവിടെ തീരും കേട്ടോ. ഈ ഒരു ഗ്ലാസ് അരി എല്ലാവരും കൂടെ കഴിച്ചു കഴിയുമ്പോൾ ചോറ് തീരും. അത് ബീഫിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയത്തില്ല. ബാക്കി എല്ലാ ദിവസവും ഓരോ പിടി ചോറ് വീതം രാത്രി ബാക്കി വരും. രാത്രി ഇവിടുന്ന് ആരും ചോറ് കഴിക്കത്തില്ല, അല്ല ഇവിടെ ഉള്ള ആരും ചോറ് കഴിക്കത്തില്ല. പിന്നെ നിർബന്ധിച്ച് കുക്കു സാറിനെ കഴിപ്പിക്കേണ്ടി വരും. വാങ്ങി വെച്ചിരിക്കുന്ന കടലയും ഗ്രീൻ പീസും ഒക്കെ തീർക്കാനായിട്ട് ഞാനിപ്പോൾ നൈറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവന് മാത്രമായിട്ട് ചോറ് കൊടുക്കാനും പറ്റത്തില്ല. നിലുവിന് ചോറ് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ അവൻ ഈ വൈകുന്നേരം പറമ്പിലൊക്കെ ആടിപ്പാടി നടക്കുന്നതിൻ്റെ ഇടയിൽ ലില്ലിയും വെച്ച് തന്നെ ഒരു ചെറിയ കിണ്ണിയിൽ ഇത്തിരി ചോറെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാം അവനങ്ങ് കൊടുക്കുക, ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് തീരുമല്ലോ എന്ന്. അവൻ അങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ നല്ലപോലെ കഴിക്കുകയും ചെയ്യും. ചോറും കഴിച്ചിട്ടാണ് അവൻ പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഓരോ ഡബ്ബയിലും ഇത് ഇരിക്കുന്ന ചോറ് പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ അമ്മയെടുത്ത് അപ്പത്തിനുള്ള മാവിനോ ദോശയ്ക്കുള്ള മാവിലോ ഒക്കെ അരച്ച് ചേർക്കും. അപ്പോൾ ഇതേ ലഞ്ചിനുള്ള ചോറും അല്ല അരിയും ഗ്യാസിലേക്ക് കയറി. ഇനി നമുക്ക് ചാറുകറി വെക്കാനായിട്ടുള്ള പരിപാടി നോക്കാം. ഒരു കുക്കുംബർ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഉണങ്ങി തുടങ്ങി. ഇനി അതവിടെ ഇരുന്നാൽ അത് ചുളുങ്ങി പോകും. അപ്പോൾ നമുക്കത് ഇന്നെടുത്ത് അങ്ങ് ചാറുകറി ഉണ്ടാക്കാം. മോരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് അധികം അങ്ങ് ഉണ്ടാക്കും. പിന്നെ 2-3 ദിവസത്തേക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്താൽ മതിയല്ലോ. ഇവിടെ കുക്കും നിലുവും അങ്ങനെ മോര് കൂട്ടി മാത്രമേ കഴിക്കത്തുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. പണ്ടൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു ഈ ചില വീട്ടിൽ എന്തിനാ എപ്പോഴും മോര് കറി വെക്കുന്നതെന്ന്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് മേരി അമ്മയുടെ ഒരു വീടുണ്ടായിരുന്നു. അവിടെ ഒത്തിരി ചെറുമക്കളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അവിടെ മോര് കറി വയ്ക്കും. ഈ ചെറുമക്കൾക്ക് എല്ലാം അതും കൂട്ടിയാണ് ചോറ് കൊടുക്കുന്നത്. ആ ചെറുമക്കളുടെ കൂട്ടത്തിലെ റയൻ, അഞ്ജലി ഇവരെ 2പേരെയും ഞാനാണ് നോക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിള്ളേരെ നോക്കാനൊക്കെ. മരിയമോളും സാബിയും വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ കിട്ടിയത് അവരെ 2പേരെയുമാണ്. ഞാനും ചോറൊക്കെ വാരി കൊടുക്കുമായിരുന്നു. ഇപ്പോഴാണ് എനിക്കതിൻ്റെ ഗുഡൻസ് മനസ്സിലായത്. ഇവിടെയും കുക്കുവും നിലുവും എല്ലാ കറിയും കൂട്ടി കഴിക്കും. പക്ഷേ മോര് കറി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ചോറ് കഴിക്കും. മോര് കുഴച്ചങ്ങ് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തിന്നുകയും ചെയ്യും. അതുകൊണ്ട് ഞാനും ഇപ്പോൾ മോരുണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി
2-3 ദിവസം പിള്ളേർക്ക് മാത്രമായിട്ട് എടുക്കും. ആദ്യത്തെ ഡേ മാത്രം ഞാനും അലനും അത് ഉച്ചയ്ക്ക് എടുക്കും. നെക്സ്റ്റ് ഡേ വിശാലമായിട്ടൊരു മീൻകറി അങ്ങ് വെക്കും. പിന്നെ 2-3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ആ മീൻകറിയും പിള്ളേർക്ക് മോര് കാച്ചിയതും മീൻ പൊരിച്ചതുമായിരിക്കും. ഫുഡ് ഉണ്ടാക്കുന്നത് ഇപ്പം എനിക്ക് വലിയൊരു കൺസേണേ അല്ല. ഇവരെയൊക്കെ പറ്റിച്ച് ഞാനിങ്ങനെ ജീവിച്ചു പോന്നു. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ വീട്ടിലോട്ട് 2 മരുമക്കളും ചെറുമക്കളും ഒക്കെ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന്. അതിനെക്കുറിച്ച് ആലോചിക്കാൻ ഒരുപാട് സമയമുണ്ടെന്നില്ലേ? അതെനിക്കും അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ തോന്നൽ. അപ്പോൾ നമുക്കിതേ മോര് കാച്ചാനുള്ള അരപ്പിനായിട്ട് കുറച്ച് തേങ്ങയും ഇത്തിരി ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരു 2-3 ചുവന്നുള്ളിയും പച്ചമുളക് ഞാൻ എടുക്കുന്നില്ല, കാരണം കുക്കുംബറിൻ്റെ കൂടെ പച്ചമുളക് ഞാൻ വേവിക്കാനായിട്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട്. കുക്കുംബറിനിട്ട് 2 കുത്തു കൊടുത്ത് നോക്കിയപ്പോഴത്തേക്ക് സാധനം വെന്തിട്ടില്ല. അപ്പോൾ മോരിന് അരപ്പരച്ചത് അങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ കുറച്ച് സവാള നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. സവാള നമുക്ക് വെളിച്ചെണ്ണയിൽ നല്ലപോലെ വഴറ്റി ബ്രൗൺ നിറമാക്കണം. പക്ഷെ സവാളയൊക്കെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കുകയാണ്. കുക്കു സാറിനെ കടയിലേക്ക് വിടാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് വിട്ടപ്പോഴേക്ക് അവൻ പോയി നോക്കിയിട്ട് വന്നു പറഞ്ഞു കട അടച്ച് കിടക്കുവാണെന്ന്. അപ്പോൾ നമുക്കിനി ഒരു ഓപ്ഷനേ ഉള്ളൂ. വെളിച്ചെണ്ണ ഇല്ലാത്തപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു നമ്പർ, അതായത് കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുക. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നാറുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് അതിന് കിട്ടും എന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇരുന്ന സൺഫ്ലവർ ഓയിലിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്, കൂടെ നെയ്യും. അപ്പോഴേക്ക് വേണ്ടി ലൂക്കുട്ടൻ്റെ കോളെത്തി. കേക്കും ചപ്പാത്തിയൊക്കെ അവൻ മേടിച്ചിട്ട് വരാം, കണ്ണനെ വിട്ട് ഇറച്ചിയൊക്കെ മേടിപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്ന്. ചിക്കൻ മാരിനേറ്റ് ചെയ്തിരുന്നാലേ BBQ ചെയ്യാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. കുക്കുംബർ വെന്തു, അതിലേക്ക് നമ്മൾ അരച്ച അരപ്പും കൂടെ ഒഴിച്ചു. ഇനി നമുക്കിത് താളിച്ചിട്ടാൽ മതി. സവാള ബ്രൗൺ കളർ ആക്കാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളുടെ മെസ്സേജിന് കമൻറ്റിനും റിപ്ലൈ തരുന്നുണ്ട്. മോര് കാച്ചിയത് റെഡിയായി. കഴിഞ്ഞ തവണ കൊച്ചുവപ്പയുടെ ബർത്ത്ഡേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ 1 ഹിറ്റായിരുന്നു. അപ്പോൾ അതുപോലെ മാരിനേറ്റ് ചെയ്യാനാണ് ലൂക്കുട്ടൻ്റെ വക ഓർഡർ കിട്ടിയേക്കുന്നത്. സവാള നമുക്ക് വേണമെന്നൊരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് സാദാ മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, ഇത്തിരി പെപ്പർ പൗഡർ. മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കാത്തത് നമ്മൾ ഇറച്ചി വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഈ അരപ്പിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. മുഴുവൻ മസാലകളായിട്ട് ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഇത് ഇത്രയും ചേർത്ത് ഇത് നല്ലപോലെ അങ്ങോട്ട് മുരിച്ചെടുക്കണം. ബീഫ് വേകാൻ നേരം നമ്മൾ ചേർത്ത ചെറിയുള്ളി പോരാതെയാണ്, അത് കൂടാതെയാണ് ഈ ഒരു സവാള. പോരാതെയല്ല, നമുക്കിത് താളിക്കണമെങ്കിൽ ആ ഒരു സവാളയും കൂടെ വേണം. ഒരു സവാളയല്ല, 1-2 സവാള, 2 തക്കാളി, നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. എനിക്ക് ചാറ് കുറച്ച് കൂടുതൽ വേണം, കാരണം മൺഡേ ഉച്ചയ്ക്കത്തേക്ക് ഞാൻ പ്രത്യേകിച്ച് വേറെ കറി ഉണ്ടാക്കത്തില്ല. ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും എടുക്കുന്നത്. പിന്നെ ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഉറങ്ങാൻ നേരം ആകുമ്പോഴേക്ക് 12:30-1 മണിയാവും. ഇന്ന് മാച്ചും കൂടിയുണ്ട്. അപ്പോൾ അതെല്ലാം കഴിയും കിടക്കാനായിട്ട്. നാളെ സ്കൂളിൽ പോകണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും കറി ഇരിക്കണം. അതല്ലേലും എല്ലാ മണ്ടയും ഇവിടെ ഇറച്ചിക്കറി കാണും. അരപ്പ് കരിയാണ്ട് മുരിച്ചെടുത്തിട്ട് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലപോലെ ഇളക്കി തക്കാളി ഏതാണ്ട് ഉടഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി അധികം വെള്ളം ചേർക്കണ്ട. നമ്മുടെ ആ ഉരുളക്കിഴങ്ങ് വെന്തതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് ഈ മഞ്ഞപ്പൊടിയായിട്ട് കിടക്കുന്ന വെള്ളമല്ലേ. അപ്പോൾ നമ്മൾ കറിയിൽ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല, അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ മഞ്ഞപ്പൊടി ഉപ്പിട്ട് വെച്ചത് കേട്ടോ, അല്ലെങ്കിൽ അതിൽ മഞ്ഞപ്പൊടി ഇട്ട് വെക്കേണ്ട കാര്യമില്ല. എനിക്ക് രാവിലെ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് അതുപോലെ ചെയ്ത് വെക്കുന്നത്. ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ എന്തായാലും നമ്മുടെ ജോൺ കോനയുടെ പെട്ടിയിൽ റെഡി ആയിട്ട് ഇരിപ്പുണ്ടല്ലോ, പിന്നെ അതും കൂടെ ആണെങ്കിൽ എല്ലാം പെട്ടെന്ന് അങ്ങ് നടക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ചോറ് ഊറ്റി ആ ഒരു കുക്കറും കഴുകി ഇവിടുത്തെ പരിപാടികളൊക്കെ തൽക്കാലത്തേക്ക് തീർന്നപ്പോഴത്തേക്ക് കണ്ണൻ മോൻ കരിയും BBQ ചെയ്യാനുള്ള കരിയും പിന്നെ ചിക്കനും കൊണ്ടുവന്നു. ചിക്കൻ കഴുകി ഊറ്റാൻ വെച്ചിട്ടാണ് ഞാൻ പിള്ളേർക്കും ആലനും ഉള്ള ലഞ്ച് എടുത്തത്. ലഞ്ച് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നമുക്കത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം, എന്നാലേ സൺഡേ ആവത്തുള്ളൂ. പിള്ളേർക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് അധികം എടുത്തിട്ടുണ്ട്. 2 പേർക്കും ഇഷ്ടമാണ് ഈ ഇറച്ചിക്കറിയിൽ ഉരുളക്കിഴങ്ങ് കഴിക്കാനായിട്ട്. പിള്ളേർ വാശി കാണിക്കുമ്പോൾ ഞാനത് എങ്ങനെ ഡീൽ ചെയ്യും എന്നൊരു കമൻറ്റ് ഇല്ലായിരുന്നോ? അതിൻ്റെ അതിൻ്റെ വിഷ്വൽസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നിലു ഇന്ന് എണീറ്റപ്പോൾ തൊട്ട് ഒരു ഇച്ചിരി ഇടത്ത് വശത്താണ് നിൽക്കുന്നത്. ഓരോ കാര്യങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ടാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്. എനിക്ക് പപ്പയുടെ കൂടെ താനീ പോകണം, എനിക്ക് പപ്പയുടെ കൂടെ മേളിൽ പോയി ഇരിക്കണം, എനിക്ക് ഫോണിൽ ഗെയിം കാണണം, ചോറ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ആലനാണെങ്കിൽ 2:30 ആകുമ്പോൾ തിരിച്ചു പോവുകയും വേണം. സാറ്റർഡേ സൺഡേസ് CCGയിൽ ബുക്കിംഗ് കൂടുതലാണ്. ഇതിപ്പോൾ ആ കസര കാരണം അവന് TV കാണാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞിട്ടായിരുന്നു പിന്നീടുള്ളത്. പിന്നെ ഞാൻ 2 വഴക്കൊക്കെ അങ്ങ് കൊടുത്ത് ഇരുത്തി കഴിപ്പിച്ചു. ആലനോട് മര്യാദയ്ക്ക് എണീറ്റ് പൊക്കോളാനും പറഞ്ഞു. ഇനി കൊഞ്ചിച്ചു കഴിഞ്ഞാൽ അലപ്പയ്ക്കും കിട്ടും അടിയെന്ന് പറഞ്ഞു.
പറഞ്ഞു. അതോടെ ആൾ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഞാൻ വന്നതേ പീസസൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇന്നലെ അപ്ലോഡ് ചെയ്ത ഷോർട്സിൽ കാണിച്ച അതേ മസാല ആയതുകൊണ്ടാണ് ഞാനത് വീണ്ടും കാണിക്കാതിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഉറക്കാൻ കിടത്തിയ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കുന്നു. പിന്നെ 2നെയും കിടത്തി ഉറക്കി ഒരു 4-4:30 മണിയായപ്പോഴത്തേക്ക് ഞാനും എണീറ്റു. വൈകുന്നേരം പരിപാടി ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു 6-6:30 മണി വരെയൊക്കെ കിടന്നുറങ്ങും. അങ്ങനെയാണ് എനിക്ക് മിക്ക സൺസെറ്റ്സും ഇവിടെ മിസ്സാവുന്നത്. ഉറക്കം എണീറ്റ് കഴിഞ്ഞിട്ട് നേരത്തെ പോലെ തന്നെ നമ്മൾ ആദ്യം കഴുകിയ പാത്രങ്ങളൊക്കെ പെറുക്കിയെടുത്ത് വെക്കുവാണ്. കുക്കു സാർ എൻ്റെ കൂടെ ഉണർന്നിട്ടുണ്ടായിരുന്നു. അവനോട് ഞാൻ ഇരുന്ന് ഹോംവർക്ക്സ് ഒക്കെ ഫിനിഷ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. കാരണം എല്ലാവരും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി പഠിത്തവും നടക്കത്തില്ല, ഹോംവർക്ക്സും നടക്കത്തില്ല. തിങ്കളാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്ക് ബെഡിലിരുന്നേ നോണ്ടൽ തുടങ്ങും. അമ്മ ഞാനൊന്നും പഠിച്ചില്ല, ഞാനൊന്നും എഴുതിയില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഹോംവർക്ക്സ് ഒക്കെ തീർക്കട്ടെ. ഇതിപ്പോൾ ഞാൻ അമൃതം കാച്ചുവാണ് പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നില്ലേ, അതിൻ്റെതും ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ കപ്പ് നിറച്ച് അമൃതം, ആ പ്രോട്ടീൻ പൗഡറിൻ്റെ കുപ്പിയിൽ ഞാൻ അമൃതം തട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് ഇതുപോലെ കുറുക്കി എടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. കൈവച്ചിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് പാലും കൂടെ ചേർക്കാം. നിലുവിന് രാത്രി കൊടുക്കാൻ എടുക്കുന്നതിൽ ഞാൻ പാല് ചേർക്കാറില്ല. കാരണം ചിലപ്പോൾ അവൻ പകുതി കുടിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങും. അപ്പോൾ ആ ഗ്ലാസ്സിൽ, ആ പച്ച ഗ്ലാസ്സില്ലേ, ഗ്രീൻ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കുപ്പി ഞാൻ അതിലങ്ങ് ഇറക്കി വെക്കും. അപ്പോൾ ഒരു ഫ്രിഡ്ജ് എഫക്റ്റ് പോലെ. പിന്നെ അവൻ എണീക്കുമ്പോൾ ചിലപ്പോഴേ ഇപ്പം അങ്ങനെ എണീക്കാറുള്ളൂ, ഇല്ലെങ്കിൽ ഈ രാത്രി ഒറ്റ ടൈമിൽ കുടിക്കുന്നതേ ഉള്ളൂ, കുടിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങും. ഇൻ കേസ് അവൻ ഈ 2-2:30 മണിക്ക് എണീക്കുവാണെങ്കിൽ കുടിക്കാനായിട്ടാണ് ഞാനതിൽ പാല് ചേർക്കാണ്ട് രാത്രി കാച്ചുന്നത്. പാല് ചേർത്താൽ അത് ചീത്തയായി പോകും. ഞാൻ ഈ കണ്ണ് വെച്ച് കാണിക്കുന്നത് ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഇടത്ത് വശത്ത് തന്നെയാണ് എണീറ്റത്. പിന്നെയും ഇച്ചിരി ക്രംബി ആയിട്ടാണ് ആളിരിക്കുന്നത്. മൂഡ് അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. പിന്നെ ഞാൻ കുക്കുവിനോട് പറഞ്ഞിട്ട് അമൃതം പോയി എടുത്തുകൊണ്ട് വന്നു. എൻ്റെ മടിയിലിരുന്ന് തന്നെ അമൃതമൊക്കെ കുടിച്ചു. ഞങ്ങൾ എന്നിട്ടാണ് മിനിയാൻ്റിയെ വിഷ് ചെയ്യാനായിട്ട് അപ്പുറത്തേക്ക് പോയത്. കുക്കു സാറിൻ്റെ പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട്. ആ മതിൽ പറ്റ കുറേ തലകൾ നിങ്ങൾക്ക് കാണാമല്ലോ. അവരവിടെ 7 ടൈൽസ് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ പന്ത് ഇപ്പുറത്ത് വന്ന് വീണു. അതെടുക്കാനായിട്ട് കുക്കുവിനെ വിളിച്ചുകൊണ്ടിരുന്നതാണ്. കുക്കു സൈക്കിളിലാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ വീടിന് പുറത്ത് ഇറങ്ങുമ്പോൾ നടന്ന് പോകാറില്ല, സൈക്കിളിലേ പോകാറുള്ളൂ. ഞങ്ങളാണ് നടക്കുന്ന ആൾക്കാർ. നിലുവിൻ്റെ ചെറിയ സൈക്കിള് അവൻ അന്നമ്മ വേറെ തുണി വേറെ എന്നൊക്കെ ഇവിടെ പറയുന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെ പാർട്സ് ആക്കി ഇളക്കിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബർത്ത്ഡേ ആണ്, November 30th നിലുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോഴേക്ക് ചെറിയൊരു സൈക്കിൾ മേടിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദിവാൻ കോട്ടിൽ ഒരുത്തൻ കൂർക്കം വലിച്ചുറങ്ങുന്നു. അവനെയാണ് ഞാൻ എറിഞ്ഞത്. അവിടെ ഒരു ചെറിയ ഈ ഫില്ലർ ഇല്ലാത്തൊരു പേനയുടെ കൂടുണ്ടായിരുന്നു. അതെടുത്തെറിഞ്ഞ് അവനെ ഞാൻ ഉണർത്തി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും മെസ്സേജൊക്കെ അയച്ചു, എപ്പോഴാണ് വരുന്നത്, എന്താ പ്ലാൻ എന്നൊക്കെ ചോദിച്ചിട്ട്. പേഴ്സണലി ഫാമിലി ഗ്രൂപ്പിൽ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോഴേക്ക് ഇതേ മിനിയാൻ്റി എത്തി. ഞാൻ പോയി ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് ഒരു പായസമെങ്കിലും വെച്ചുണ്ടാക്കി തരാറുന്നില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ എന്തെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പീസ് മിസ്സായി. ഇപ്പുറത്ത് വന്ന് നോക്കിയപ്പോൾ പറമ്പിൽ അതേ സേറമോളുമായിട്ട് കണ്ണാടിയും പമ്പരും വാച്ചും ഒക്കെ ചെയ്ത് നല്ല റെഡി മണിയായിട്ടിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ബബിയാൻ്റെയാണ് കേട്ടോ. ഇവരുണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ അങ്ങനെ അത്ര ഫിനിഷിങ്ങിൽ ഉണ്ടാക്കാനായിട്ട് സേറമോൾ എത്തിയിട്ടില്ല. ബബിയാൻ്റി ഉണ്ടാക്കുന്ന അത്രയും വരത്തില്ല. അങ്ങനെ വാച്ചും കണ്ണാടിയും പമ്പരവും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കടപ്പുറത്ത് കുറച്ച് ചവറ് കത്തിക്കാൻ പോവുകയാണ്. നമ്മൾ നേർച്ചച്ചോറ് കൊടുത്ത കുറച്ച് പ്ലേറ്റ്സൊക്കെ കുറച്ച് പേര് ഇവിടേക്ക് ഇടും കേട്ടോ. അത് നമ്മൾ പറഞ്ഞാലും കുഴിയിലിടണമെന്ന് പറഞ്ഞാലും ഇങ്ങനെ ചിലരൊക്കെ ഇടും. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ വൃത്തിയാക്കാനായിട്ട് ശാന്താൻ്റെയും ബബിയാൻ്റെയും ഞാനും പിന്നെ ഈ 2 പിള്ളേരും കൂടെ താഴോട്ട് വന്നു. കുക്കു സാർ അവിടെ സൈക്കിളിൽ അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നില്ല. വന്നാൽ കടലിലിറക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാ വരുന്നില്ല എന്നും പറഞ്ഞ് അവിടെ സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുക. ആളുകളെ പുകച്ച് പുറത്ത് ചാടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? മൂട്ടിൽ തീയിടുക എന്നും കേട്ടിട്ടുണ്ടല്ലോ. കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ ഇവിടെ തീയിട്ട് പതുക്കെ അങ്ങ് എണീപ്പിച്ചു. നല്ല കൊതുകുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പുകയിട്ട് കുരിശുമൂട്ടിലെ കൊതുകിനെ മൊത്തവും കളഞ്ഞു. ഈ പുക അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ കൊതുക് നിൽക്കത്തില്ലല്ലോ. 2 പേര് എൻ്റെ പുറകിൽ അവിടെ ഉണ്ട് കേട്ടോ. ക്യാമറയുടെ പുറകിലായിട്ട് മണ്ണ് വാരി കളിക്കുന്നുണ്ട്. കൊച്ചുവപ്പയൊക്കെ മേളിൽ നിൽപ്പുണ്ട്. വൈറ്റ് ടീഷർട്ട് കൊച്ചുവപ്പയാണ്. പണ്ട് ഇതുപോലെ കടപ്പുറത്തോ അവിടെ ആ പറമ്പിലോ ഒക്കെ ആരെങ്കിലും ചവറ് കത്തിക്കുമ്പോൾ അപ്പച്ചനും മാമനും ഒക്കെ ആയിട്ടാണ് എപ്പോഴും ചവറ് കത്തിക്കുന്നത്. ഞാനും കണ്ണമ്മോനും കൂടെ നമ്മുടെ പപ്പയുടെ സ്വന്തം അപ്പൂസില്ലേ, അതിലെ പാട്ടൊക്കെ പാടിയിട്ട് കണ്ണമ്മോനാണ് മോൻ, ഞാനാണ് ശോഭന. പുകയുടെ ഇടയിൽ കൂടെ ഉണ്ണിക്കണ്ണ എന്നെന്നും എന്നൊക്കെ പറഞ്ഞ് വന്ന് ഞങ്ങൾ പ്രേതം കളിക്കും. അപ്പോൾ അതെ ലൂയിസ് എത്തിയിട്ടുണ്ട്, കേക്കും ചപ്പാത്തിയൊക്കെ ആയിട്ട്. അവൻ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് വരാമെന്നും പറഞ്ഞ് പോയി. ആ ഗ്യാപ്പിൽ പവിഴനൊക്കെ എത്തി. ഞങ്ങൾ മിനിയാൻ്റീനെ വിളിച്ചു. ആൾ വാതിലിലെത്തിയപ്പോഴത്തേക്ക് നമ്മൾ ബർത്ത്ഡേ സോങ്ങൊക്കെ പാടി സർപ്രൈസ് അങ്ങ് പൊട്ടിച്ചു.
അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ഒരു 2-3 പരിപാടിക്കായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന അതേ മെനു തന്നെയാണ്. ആലൻ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ BBQ ഒന്ന് മാറ്റി പിടിച്ചുകൂടെയെന്ന്. പക്ഷേ സൗകര്യം ഇതാണ്, ഇതാകുമ്പോൾ അവർ പണിയെടുക്കുമല്ലോ. തീ ചിരട്ട കത്തിച്ചുകൊണ്ട് വന്നിട്ട് വേണം കണ്ണിൽ കത്തിപ്പിടിപ്പിക്കാനായിട്ട്. അവിടെ എത്തിയപ്പോഴത്തേക്ക് തീ നല്ലപോലെ അങ്ങ് ആളി കേട്ടോ. പിന്നെ ഞാൻ കണ്ണുമുന്നുണ്ട് അവൻ ഗ്ലൗസൊക്കെ ഇടിപ്പിച്ച് കൊടുത്തു. അവൻ അതും കൊണ്ടാണ് തീ കത്തിച്ച് പിടിപ്പിച്ചത്. ഇതാകുമ്പോഴുണ്ടല്ലോ ഈ ഭാഗത്ത് ഇവരിതങ്ങ് ചെയ്യും. പിന്നെ ചപ്പാത്തി പാർട്സ് കറി വെക്കുന്നത് കൊച്ചുപ്പയ്ക്കായിട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ കറി വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കൊച്ചുപ്പയ്ക്ക് കറിയും കൂട്ടി ചപ്പാത്തി കഴിക്കാനായിട്ടാണ് ഇഷ്ടം. പിന്നെ മിനിയാൻ്റെ ഇപ്പോൾ അതിൻ്റെ ഉസ്താദാണ്. മിനിയാൻ്റെ വന്നിട്ട് ഷൂ ചെയ്യുന്നു പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്ന കാണാം. മിനിറ്റുകൾക്കുള്ളിൽ കുക്കർ ഒരു വിസിലടിക്കും, പാർട്സ് കറി റെഡിയാവും. പിന്നെ ചപ്പാത്തി ചെയ്യാനായിട്ട് ഇവിടെ ഞാനിപ്പോൾ 2 പാൻ, എൻ്റെ പഴയ പാൻ സാധാരണ ഞാനിങ്ങനെ വെച്ചിരിക്കാറില്ല, എടുത്ത് കളയാറാണ് പതിവ്. ചപ്പാത്തി ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് ആ ഒരു പാനും കൂടെ ഞാനിപ്പോൾ കഴുകി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 പാനിലും, പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ ദോശത്തവയും കൂടെ എടുക്കും. അങ്ങനെ 3-4 പാനിൽ വെച്ചിട്ട് അകത്ത് ചപ്പാത്തി അങ്ങ് ചെയ്യും. ഇത് എളുപ്പമാണ്. നമ്മൾ ബാക്കി ഈ കറിയും സാധനങ്ങളും ഒക്കെ വെക്കുന്നതിനേക്കാളും പരിപാടി എളുപ്പമായതുകൊണ്ടാണ് ഞങ്ങളിത് ചൂസ് ചെയ്യുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത്ര എണ്ണയൊന്നും വേണ്ടല്ലോ. ഈ 7 കിലോ ചിക്കനൊക്കെ നമ്മളൊരു കറിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള സമയവും പോവും, ഒരുപാട് സാധനങ്ങൾ മേടിക്കേണ്ടിയും വരും. 8:30 എത്തും എന്ന് പറഞ്ഞ ആൾക്കാർ 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ആലപ്പുഴയിൽ നിന്ന് വരുന്നുണ്ട്. നടിയെ നമ്മൾ നടി എന്ന് വിളിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്, കണ്ടല്ലോ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ മാച്ച് കാണാനായിട്ടിരുന്നു. ഇത് ഓൾറെഡി ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ കട്ടൻ ചായയൊക്കെ റെഡിയാവുന്നുണ്ട് കിച്ചണിൽ. മിനിയാൻറ്റി അതുമായിട്ട് ഇപ്പം വരും. മാച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നല്ലോ കാണാനായിട്ട്, നിങ്ങൾ കണ്ടു കാണുമല്ലോ. അങ്ങനെ ഈ ഒരു വിജയത്തിൻ്റെ മധുരത്തോടെ നമ്മുടെ ഈ വ്ലോഗും അവസാനിക്കുകയാണ്. ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.